കോതമംഗലം ഭൂതത്താൻകെട്ട് തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിൽ കാടുകയറിയ നാട്ടാനയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. തൃശൂരിൽ നിന്നുള്ള 8 അംഗ എലിഫന്റ് സ്ക്വാഡും വനപാലകരും ചേർന്നാണ് പുതുപ്പള്ളി സാധു എന്ന ആനയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ വിവരങ്ങൾ വിഷ്ണുപ്രകാശ് നൽകും. വിഷ്ണുപ്രകാശ്, ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും ഒരു വിവരം ആനയെക്കുറിച്ച് ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ടോ? മോദി, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഈ ആന ഇന്നലെ കാട് കയറി എന്ന് പറയപ്പെടുന്ന സമയമായി ഇപ്പോൾ നോക്കുമ്പോൾ ഒരു 15 മണിക്കൂറുകളായിട്ട് ഇപ്പോൾ ആന കാട്ടിൽ തന്നെ തുടരുകയാണ്. ഇതുവരെ ഇന്ന് രാവിലെ 6:30ക്കാണ് ഇന്നലെ അവസാനിപ്പിച്ച തെരച്ചിൽ പുനരാരംഭിച്ചത്. ഇന്നലെ രാത്രി ശക്തമായ ഒരു മഴ പെയ്തിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ ഈ മഴ വന്നതും അതുപോലെ വെട്ടമില്ലായ്മയെല്ലാം ആയിരുന്നു ഇന്നലെ ഇത്തരത്തിലൊരു തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ 6:30യോടുകൂടി തന്നെ കൂടുതൽ വിപുലമായ രീതിയിൽ തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതിനായി ആനയുടെ ഉടമയടക്കമുള്ളവരും അതുപോലെ തന്നെ RRT ടീമും വനപാലകരും കൂടാതെ അല്പം കുറച്ച് നാട്ടുകാരെ അടക്കമുള്ള ഒരു സേവനം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുപ്പള്ളി സാധു എന്ന ആനയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിഷ്ണുപ്രകാശ്, കേൾക്കാമോ? കേൾക്കാം. ഹലോ, പറയൂ വിഷ്ണുപ്രകാശ്, തുടരൂ. അപ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ളവർ തന്നെ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഈ നാട്ടാന ആയ ഒരു സാഹചര്യത്തിൽ ഈ ആനയ്ക്ക് അധിക ദൂരം കാട്ടിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ആന ഈ കാടിനോട് അധികം ഉൾക്കാട്ടിലോട്ട് കയറാതെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവാനൊരു സാധ്യതയാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 6:30 തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്. അധികം വൈകാതെ ആന എവിടെയെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആന ഇന്നലെ മറ്റൊരു ആനയുമായുണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നാണ് ആന പേടിച്ച് കാട്ടിലോട്ട് കയറിയത്. അതുകൊണ്ട് ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റാനുള്ള സാധ്യത ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കണം, അല്ലെങ്കിൽ അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിലൊരു പേടിയുടെ ആഘാതത്തിൽ കയറിയത് കാരണം ആന ഒത്തിരി ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ട് സംസാരിച്ച നാട്ടുകാരാണെങ്കിലും പറയുന്നത്. ഇന്നലെ രാത്രി ഈ പരിസരങ്ങളെല്ലാം നാട്ടുകാരുടെ അടക്കമുള്ള ഒരു കാവൽ അടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ന് രാവിലെ 6:30 വനപാലകരും അതുപോലെ ആനയുടമകളും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. തെരച്ചിൽ അവർ നടത്തുകയാണ്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. മോത്തി, ആ സ്ഥലത്ത് ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്റെ പുറകിൽ കാണുന്നതായിരുന്നു. ഇന്നലെ ഈ പരിസരത്ത് വെച്ചായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നത്. ഇവിടെ വെച്ചാണ് ആനകൾ തമ്മിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടാവുകയും പിന്നീട് പുതുപ്പള്ളി സാധു കാട്ടിലോട്ട് കയറി പോകുകയും ചെയ്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ആ വഴിയിലൂടെയായിരുന്നു ആന ഇന്നലെ ഓടി കാട്ടിലോട്ട് കയറിയത്. ഇപ്പോൾ നിലവിൽ ഇവിടെ കുറച്ച് നാട്ടുകാരും തന്നെ മാധ്യമപ്രവർത്തകരും മറ്റുമാണുള്ളത്. ഇവിടെ ഉള്ളിലോട്ട് പോയിരിക്കുന്നത് വനപാലകരും അതുപോലെ ഈ തെരച്ചിലിന് വേണ്ടി മാത്രമുള്ളവരും മറ്റുമാണുള്ളത്. ഇവിടെ ഉള്ളിലോട്ട് പോയിരിക്കുന്നത് വനപാലകരും അതുപോലെ ഈ തെരച്ചിലിന് വേണ്ടി മാത്രമാണ് അകത്തോട്ട് കയറ്റി വിട്ടിട്ടുള്ളൂ. നമ്മളെ ആരെയും തന്നെ കാടിനകത്തോട്ടോ ഇല്ലെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് അതിന്റെ ഉള്ളിലോട്ട് കയറ്റി വിട്ടിട്ടില്ല. അപ്പോൾ മറ്റു വിവരങ്ങൾ നമുക്ക് കാട്ടിൽ തന്നെ റേഞ്ചിന്റെയും മറ്റും പ്രശ്നമുള്ളതിനാൽ അതിന്റെ ഉള്ളിൽ നടക്കുന്ന വിവരം അവിടുന്ന് ആരെങ്കിലും പുറത്തു വന്ന് നമ്മളെ അറിയിച്ചെങ്കിൽ മാത്രമാണ് അത്തരത്തിലൊരു വിവരം ഏത് ഘട്ടത്തിലാണില്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇപ്പോൾ എന്തോരം പുരോഗമനം ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ പരിസരത്ത് ഏതാനും ഇപ്പോൾ വാർത്തകൾ അറിഞ്ഞും മറ്റും എത്തിയിരിക്കുന്ന കുറച്ച് നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമാണ് ഈ പരിസരത്തുള്ളത്. മോത്തി, ഈ പരിസരവാസികൾ ഈ ഷൂട്ടിംഗ് കാണാനായി വന്ന ആരെങ്കിലുമൊക്കെ പരിസരവാസികളുണ്ടോ? അവർ ഒരുപക്ഷെ ഈ ആനയുടെ സംഘർഷവും പരിഭ്രാന്തിയെ തുടർന്ന് ആന കാട്ടിലേക്ക് പോകുന്നതൊക്കെ കണ്ടവരുണ്ടാവും അല്ലേ? അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായി എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഇന്ന് വരുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചവരെല്ലാവരും പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്നിപ്പോൾ ഈ വാർത്തയറിഞ്ഞ് ആനയെ കാണാൻ ഇല്ലെങ്കിൽ ഈ തെരച്ചിൽ ഏതുവരെ ആയി എന്നുള്ള കാര്യങ്ങൾ അറിയാനായി വന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ പരിസരത്ത് നിലവിൽ ഉള്ളൂ. മറ്റുള്ള കുറച്ചു പേരടക്കമുള്ളവരാണ് ഇപ്പോൾ കാട്ടിലോട്ട് കയറി പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർത്തയറിഞ്ഞും മറ്റും വന്ന ആളുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ പരിസരത്ത് ഉള്ളത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഇന്നലെ ചിത്രീകരണം ഈ ആന കാട്ടിൽ പോയ ഒരു സാഹചര്യത്തിൽ ഇന്നലെ സിനിമയുടെ ചിത്രീകരണം ഇന്നലത്തോടെ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് ചിത്രീകരണം തുടങ്ങിയിട്ടില്ല. ഒരാഴ്ചയായി ഇവിടെ ചിത്രീകരണം നടന്നു വരികയായിരുന്നു. ഇന്നലെയാണ് ആന ഉൾപ്പെടുന്ന സിനിമയുടെ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ഈ ചിത്രീകരണം തുടങ്ങുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായി. പിന്നീട് പുതുപ്പള്ളി സാധു ഈ കാട്ടിലോട്ട് കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതൊക്കെ സംവിധാനം ഉപയോഗിച്ചാണ് ഇപ്പോ അന്വേഷണം തെരച്ചിൽ നടക്കുന്നത് വിഷ്ണു?
നിലയിൽ വനപാലകരുടെ ഒരു സംഘമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ RRT ടീം, മൂന്നാറിൽ നിന്നുള്ള RRT ടീമും ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു എലിഫന്റ് സ്ക്വാഡിൽപ്പെട്ട അവരുടെ ഒരു സംഘവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ പുതുപ്പള്ളി സാധുവിന്റെ ഉടമ അവരുടെ രീതിയിലുള്ള ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായി ആധുനിക ഡ്രോൺ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്.